പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ സഹായം നൽകിയവരാണ് പ്രവാസികൾ. വളരെ മുന്നേ പോയ ആളുകൾ സാധാരണ തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു വന്ന ആളുകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെയല്ല സർ. അത്തരം തിരിച്ചു വന്ന ആളുകൾക്ക് നമ്മുടെ ഇവിടെ ക്ഷേമനിധി ബോർഡിലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് സർ. അതിലൊരുപാട് മാനദണ്ഡങ്ങൾ. ഇപ്പോൾ 60 വയസ്സ് വരെ പാടുള്ള 60 വയസ്സിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഉടനെ അപേക്ഷിച്ചാൽ പിന്നെ അവർക്ക് ആ പെൻഷൻ കിട്ടില്ല. അവരതിൽ ക്ഷേമനിധി പണം അടച്ചാലും ആ പെൻഷൻ കിട്ടാത്ത തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട് സർ. അതുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും സാധിക്കുന്നില്ല സർ. ഇതുകൊണ്ട് പരിഹരിച്ച് അവർക്ക് ആ മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പണം അടച്ചവർക്ക് മാനദണ്ഡങ്ങൾ നിലനിർത്തി അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അവർ ഉൾപ്പെടുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ. സർ, മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം തന്നെ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ആളുകൾ തയ്യാറാകുന്നുണ്ട്. അത് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നേരത്തെ ബഹുമാനായ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിന് ഒരു നോർക്ക എമർജൻസി റിപ്പാട്രിയേഷൻ ഫണ്ടും അതിൻ്റെ നോർക്ക അസിസ്റ്റഡ് ബോഡി റിപ്പാട്രിയേഷൻ പദ്ധതിയും നിലവിലുണ്ട്. അതിലൂടെയാണ് ഈ പറയുന്ന സഹായങ്ങൾ ചെയ്യുന്നത്, ബോഡി കൊണ്ടുവരുന്നതിനുള്ള.